Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 15ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ സോളോ ലെവലിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരും നല്ല കീഴിലെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാകുന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് ഒരു 1K ലൈക്ക് ടാർഗറ്റ് വെക്കുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ബട്ടൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചേക്ക്. അതേപോലെ തന്നെ നമ്മൾ 50,000 സബ്സ്ക്രൈബേഴ്സ് ആകാറായിട്ടുണ്ട്. എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് 50,000 എത്രയും പെട്ടെന്ന് എത്തിക്കേണ്ടതാണ്. സോ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് നമ്മുടെ വൂപ്പ് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം മുതൽ ഞാൻ നമ്മുടെ എസ് റാങ്കിൻ്റെ ആ റെയ്ഡ് ഓപ്പറേഷനെ പറ്റി ബ്രീഫായിട്ട് പറഞ്ഞു തരാം. സോ ഇത്രയും വലിയ ഗേറ്റ് ആണെങ്കിൽ നമ്മുടെ ഇടയിൽ അതേപോലെ തന്നെ ഒരു വലിയൊരു പ്രശ്നം തന്നെയുണ്ട്. അതായത് ഈ ഗേറ്റ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് സിയോണിലെ ഏറ്റവും മുകളിലാണ്, എയർ സ്പേസിലാണ്. അതുകൊണ്ട് ഒരു പ്ലെയിൻ എടുത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും അതിനകത്ത് സേഫ്ലി നമുക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാര്യം അതിൻ്റെ അകത്ത് ഡഞ്ചൻസിൻ്റെ അകത്തൊന്നും ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യാറില്ല. സോ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേറ്റ് താഴ്ന്നാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. എന്നാൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഡഞ്ചൻ ബ്രേക്കുമായിട്ട് അത് കുറച്ചുകൂടെ ക്ലോസർ ആകുന്നതായിരിക്കും. പിന്നെ ആ ഗേറ്റ് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ആ ഒരു ടൈമിൽ കേപ്പുള്ള കുറച്ചധികം ഹണ്ടേഴ്സ് അവിടെ പ്ലെയിനിലകത്തൂടെ അകത്തേക്ക് കയറി ആ ഗേറ്റ് ക്ലിയർ ചെയ്ത് നമ്മൾ നേരെ തിരിച്ചു വരണം. എന്നാൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ബോസിനെ ക്ലിയർ ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങിയിരിക്കണം. അതാണ് നമ്മുടെ കറണ്ട് പ്ലാൻ. അല്ല, നീ ഒന്ന് ആലോചിക്കുക, ഈ ഗേറ്റിൻ്റെ അകത്ത് കയറുന്ന തന്നെ ഇത്രയധികം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമായിട്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു എസ് റാങ്ക് ബോസിനെ ആ ഗേറ്റിൻ്റെ അകത്ത് വെച്ച് അതും ഒരു ദിവസം കൊണ്ട് ഡിഫീറ്റ് ചെയ്യുന്നത്? ഈ ടൈമിൽ നമ്മുടെ തോമസ് പറയും ചെയ്യും, അല്ല ഒരു നിമിഷം വെയിറ്റ് ചെയ്യും, സ്കാവൻഡർ ഗിൽഡ് നിങ്ങളുടെ കൂടെ ഒന്നും വർക്ക് ചെയ്യുന്നതല്ല. നീ എന്താണ് ഈ പറയുന്നത്? ഇത് വളരെ ഡേഞ്ചറസ് ആയുള്ള സിറ്റുവേഷനാണ്. നമ്മൾ ഒരുമിച്ച് മുന്നേറിയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അല്ല, ഞാനെന്ന് പറയട്ടെ, കൊറിയൻ ഹണ്ടർ അസോസിയേഷൻ അല്ലേ ആദ്യം കോമ്പറ്റീഷൻ സജസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗേറ്റിൻ്റെ അകത്തുള്ള ലിമിറ്റഡ് ആയുള്ള റിസോഴ്സസ് വെച്ച് മാത്രമേ നമുക്ക് ഈ ഫൈറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നൊരു കാര്യം, ആ സങ് സൂഹോനെ അവനെ കാണാനും ഇല്ലല്ലോ, അവനെന്താ പേടിച്ചോടിക്കളഞ്ഞോ? അപ്പൊ തോമസ് സൂഹോന്റെ പുറകിലാണ്. ഇന്നലത്തെ കാര്യം അത് എങ്ങനെയൊക്കെയാണ് ഞങ്ങളൊന്ന് പിടിച്ചു നിർത്തിയത്. അല്ലെങ്കിൽ സൂഹോ സ്കാവൻഡർ ഗിൽഡുള്ള ആ ഒരു പ്രശ്നം വലിയ പ്രശ്നത്തിലെ കൊണ്ട് അവസാനിക്കത്തുള്ളായിരുന്നു. ഇനി എന്തായാലും ആ ഗേറ്റിന്റെ റെയ്ഡ് വരെ ഇവന്മാർ തമ്മിൽ കാണത്താണ് കുറച്ചുകൂടെ ബെറ്റർ. ആ ടൈമിൽ പാക് ഡുജിൻ പറയുന്നുണ്ട്, സൂഹോ കറന്റ് ഒരു റെയ്ഡിന്റെ നടുവിലാണ്. റെയ്ഡിലോ? അവനെന്താ ഓവർ വർക്ക് ചെയ്യുവാണ്? അവൻ ശരിക്കും ഒരു റുക്കി തന്നെയാണ്. അവൻ്റെ ശരീരം നോക്കാതെ വീണ്ടും പോയി പണിയെടുക്കുന്ന നോക്കിയേ. അല്ല, നീ ആരാണ്? എൻ്റെ പേര് പാക് ഡുജിൻ. ഓ, നീയാണല്ലേ ആ മറ്റേ സ്ട്രങ് ഹണ്ടർ ഈ ഇടക്ക് വന്നത്? അതെ, എന്തായാലും നാഷണൽ ലെവൽ ഹണ്ടറിനെ മീറ്റ് ചെയ്ത് അതെൻ്റെ ഒരു ഹോണർ തന്നെയാണ്. നിനക്ക് സൂഹനെ അപേക്ഷിച്ച് നല്ല മാനേഴ്സ് ഉണ്ട്. നിനക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞാനാണെങ്കിൽ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തരാം. അത് ഞാൻ ചിന്തിച്ചോളാം. ഇത് കേൾക്കാനത്ത് നമ്മുടെ ലിംതേക്യു നൈസിലൊന്ന് ഞെട്ടിയിട്ടുണ്ട്. എന്തായാലും ആദ്യം ആര് പോകുമെന്ന് ഈ കോയിൻ ടോസ് ചെയ്തുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം. ഹെഡ്സ് വീണ് കഴിഞ്ഞാൽ ഞങ്ങളും, ടെയിൽസ് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്കും പോകാവുന്നതാണ്. സോ മറ്റു ഒബ്ജക്ഷൻ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ആ കോയിൻ അങ്ങോട്ട് ടോസ് ചെയ്യുന്നുണ്ട്. ആ കോയിൻ ടോസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് ടെൻഷൻ വന്നു. കാര്യം ഒരു എസ് റാങ്ക് ഗേറ്റിന്റെ കാര്യമാണ് ഇപ്പോൾ കോയിൻ ടോസ് ചെയ്ത് അവർ തീരുമാനിക്കുന്നത്. അങ്ങനെ ആ ഒരു കോയിൻ നേരെ താഴത്തേക്ക് വീണിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആർഷയാണ്. അപ്പോൾ നീയും എസ് റാങ്ക് ഗേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞിരുന്നു ആ ഇൻസെറ്റിനെ വെച്ചുകൊണ്ട് നീ എന്നെ സ്പൈ ചെയ്യാൻ പാടില്ലെന്ന്. അല്ലല്ല, ഞാൻ ഒരിക്കലും നിന്നെ സ്പൈ ചെയ്തതല്ല, ഞാൻ സുഹോനെ സ്പൈ ചെയ്തതാണ്. ആ ടൈമിൽ പ്യൂർലി കോയിൻസിഡൻസ് ആയിട്ട് മാത്രമാണ് ഞാൻ നിന്നെ കണ്ടത്, പ്യൂർലി കോയിൻസിഡൻസ് ആയിട്ട്. സുഹോ എന്തായാലും ഇതിനകത്ത് റൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ ആകെപ്പുള്ള മൈൻഡ് എന്ന് പറയുന്നത് തോമസ് ആൻഡ്രനെ ഡിഫീറ്റ് ചെയ്യണമെന്നാണ്. ആ ഒരു ഒബ്സഷൻ അവൻ്റെ ഉള്ളിൽ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ ഞങ്ങളിതുവരെ നോട്ടീസ് ചെയ്തില്ല. അതെന്തായാലും ഞങ്ങൾക്ക് നല്ലതാണ്. അല്ല, നീ ആൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നീ ഷാഡോ ഹെയറുമായിട്ട് ക്ലോസ് ആയി നോക്കുവാണ്, ഫ്രണ്ട്സ് ആയിട്ട് ലാസ്റ്റ് അവൻ്റെ ട്രസ്റ്റ് മെയിൻ ചെയ്തിട്ട് അവൻ്റെ പുറകിൽ നിന്ന് കുത്താനാണോ നീ ആലോചിക്കുന്നത്? ഫ്രണ്ട്സോ, എനിക്ക് ആ കൺസെപ്റ്റിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് ഞാനിതുവരെ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുമില്ല. ഓ, നിനക്ക് ഫ്രണ്ട്സും ഇല്ലേ? നിനക്ക് നാണക്കേടാണല്ലോ. പിന്നൊരു കാര്യം, ഞങ്ങളും ആ ഗേറ്റിൽ കയറുന്നുണ്ട്. നിങ്ങളോ? നിങ്ങൾ എന്തിനാണ് കയറുന്നത്? അതുകൊള്ളാം, ആ ഗേറ്റ് ക്രിയേറ്റ് ചെയ്തതേ ഈ ഞങ്ങളാണ്. അപ്പോൾ പിന്നെ അല്ല, നിങ്ങൾ ഗേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അതും ആർട്ടിഫിഷ്യലി? അതെ, ഇവൻ്റെ എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല അത് അത്ര സ്റ്റേബിൾ അല്ല, അതുകൊണ്ടാണ് അത് മുകളിൽ പോയത്. ഇപ്പം പതുക്കെ താഴത്തേക്ക് വരാൻ കാരണം അത് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ടാണ്. ആർഷ, നീ അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? സോ നിങ്ങൾ ശരിക്കും യൂസ്ഫുൾ ആണല്ലേ? ആ എബിലിറ്റി യൂസ് ചെയ്ത് മറ്റു വേൾഡിലേക്ക് ഈ ഗേറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുമോ? അത് കൊള്ളാം, അത് മോണാർക്ക് റാങ്കിലുള്ളവർക്ക് പോലും പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എങ്ങനെ പിയെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഐഡന്റിറ്റി ഞാൻ സുഹോനെടുക്കെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അത് നിന്റെ മനസ്സിൽ വെക്കണം. എന്നാലും ഈ ഗേറ്റിൻ്റെ അകത്ത് വെച്ച് നമ്മുടെ ഫസ്റ്റ് കോപ്പറേഷൻ നടക്കാനായിട്ട് പോകുവാണ്. ഇല്ല, എനിക്ക് മറ്റു കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തോമസ് ആൻഡ്രേ, ഈ എസ് റാങ്കിന്റെ കെയോസിന്റെ അകത്ത് ഞാൻ അവനെ എന്റെ അടിമയാക്കാനായിട്ട് പോകുവാണ്. അവൻ ഞങ്ങളുടെ ഫെയ്ത്തിലേക്ക് വരാനായിട്ട് പോകുവാണ്. ഓൾറെഡി നിനക്ക് ഒരു എസ് റാങ്കിനെ കിട്ടി, അതിനിടക്ക് നീ മറ്റ് എസ് റാങ്കിലേക്കെല്ലാം പോകുന്നു. നീ ശരിക്കും നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും കുഴപ്പമൊന്നുമില്ല. എസ് റാങ്കിന്റെ ആ ഒരു ഡീലെ കൂട്ടുന്നതാണ് ഞങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്.
എന്തായാലും ഞാനിപ്പോൾ പോകുവാണ്, നമ്മൾ കണ്ടുമുട്ടത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, നീ ഒട്ടും ക്യൂരിയസ് അല്ലേ ഈ ഗേറ്റ് ഞങ്ങൾ എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തതെന്ന്? ഒട്ടും തന്നെയല്ല. ഓൾറെഡി നമ്മുടെ ഇടയിൽ ഒരു ഡീലുണ്ട്. എന്നിട്ട് നീ അതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് നിനക്ക് പറയണ്ട എന്നുള്ളതല്ലേ അർത്ഥം? ഓ, നീ ശരിക്കും ഡിഫിക്കൽട്ടാണ്. ശരിയാണ്, ഇവനെ ഫ്രണ്ട്സ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഹർഷ, ഞാനും ചോദിക്കട്ടെ, ഈ ടെറത്തിന്റെ അപ്സോസിൽ നമ്മുടെ അലയാകുന്നത് നല്ലതാണോ? അവൻ ലാസ്റ്റ് ഈ വേലിനെ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് മാത്രമല്ല, ആ ഗേറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ ബോഡി പതുക്കെ പതുക്കെ പൊട്ടിപ്പൊളിയുന്നുണ്ട്. ഈ സിസ്റ്റം അത് നമ്മുടെ സഹായത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് അവൾ തലയിൽ കൈവച്ചിട്ട് പറയും ചെയ്യും, പിയ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ആ സിസ്റ്റത്തിനെ തന്നെ ഡൗട്ട് ചെയ്യുവാണോ? നീ ശരിക്കും ബാഡായിട്ടുള്ള ഒരു ചൈൽഡാണ്. നിനക്കറിയാവുന്ന കാര്യമല്ലേ, കൊസ്റ്റൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? നിന്റെ അൺസ്റ്റേബിളായ എബിലിറ്റി വെച്ച് തന്നെ ഒരു എസ് റാങ്ക് ഗേറ്റ് മെയിൻറ്റെയിൻ ചെയ്തു. അത് ഈ സിസ്റ്റത്തിന്റെ സഹായമുള്ളത് കൊണ്ട് മാത്രമല്ലേ നീ ഇത്രയും വലുതായി, നീ ഇത്ര സ്ട്രോങ്ങറായി? അതും ഈ സിസ്റ്റത്തിന്റെ സഹായം ഉള്ളത് കൊണ്ട് മാത്രമല്ലേ? അതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഉറപ്പായിട്ടും മൊണാർക്സ് ആകാൻ സാധിക്കുന്നതാണ്. നീ ഒരിക്കലും സിസ്റ്റത്തിനെ ഡൗട്ട് ചെയ്യാനായിട്ട് പാടില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ആ ഡയമെൻഷണൽ റിഫ്റ്റിൽ ഒറ്റക്ക് നടന്നപ്പോൾ ഈ സിസ്റ്റം എന്നെ സഹായിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ക്വസ്റ്റിനെ, ഈ സിസ്റ്റത്തിനെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. എന്നോട് ക്ഷമിക്ക്, ഞാൻ അങ്ങനെ പറഞ്ഞാലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കിടന്ന് കരയുവാണ്. ഈ സമയത്ത് തന്നെ ഇതെല്ലാം കേട്ടിട്ടുണ്ട് ആ മൂന്നാമത്തൊരുത്തിനും അവിടെ നിപ്പുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പുതിയ അലൈനെ നമ്മൾ പോയി മീറ്റ് ചെയ്യാനായിട്ട് സമയമായിരിക്കുന്നു. അതൊരു ക്വസ്റ്റ് ആയിരുന്നു, അതായത് അടുത്തൊരു മൊണാർക്കിനെ അവർ റിക്രൂട്ട് ചെയ്യണം. ഹെയർ ഓഫ് ദി ഫ്രോസ്റ്റ്, ആ മൊണാർക്കിനെ വേണം ഇവർ റിക്രൂട്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഗേറ്റിന്റെ പുറത്തെ കാഴ്ചയാണ്. അവിടെ ഒരു പ്ലെയിനും കുറേയധികം ഹണ്ടേഴ്സും ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ തോമസ് പറയുകയും ചെയ്യും, ഈ റെയ്ഡ് എന്തായാലും കുറച്ച് പ്രശ്നമായിരിക്കും. ഇതിൻ്റെ അകത്തെ മൈനിങ് ടീം വരെ ബി റാങ്കേഴ്സ് അല്ലേ? അല്ല ലോറ, നിനക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു അൺപ്രഡിക്റ്റബിൾ ആയുള്ള ഗേറ്റ് അല്ലായിരുന്ന എന്തെങ്കിലും നിനക്ക് മനസ്സിൽ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതുമാത്രമല്ല മാസ്റ്റർ, താങ്കൾക്ക് പൈസയും വെൽത്തും മാത്രം പോരെ, വേറെ എന്തെങ്കിലും വേണോ? അതും ശരിയാണ്, പക്ഷേ കുറച്ചുകൂടെ റൊമാൻസ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. ഇങ്ങനെയുള്ള ക്രൈസിലല്ലേ ഒരു ഹീറോ ജനനം കൊള്ളുന്നത്. അല്ല താങ്കളപ്പോൾ ഹീറോ ആകാനായിട്ട് നോക്കുവാണോ? അല്ല നന്നായിട്ട് പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ ഹീറോ ആയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നിടത്ത് ആരൊരാൾ അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ സുഹോ ആയിരുന്നു. അല്ലല്ലേ, ആരിത്? സങ് സുഹോയോ? നീ എന്തായാലും ഞങ്ങളുടെ പരിസരത്തായിട്ട് പോലും വന്നില്ലല്ലോ. നിനക്ക് നല്ല പേടിയുണ്ടല്ലേ? നിനക്ക് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മുടെ ഇടയിലെ ആ ഒരു ഡിഫറൻസ്. നീ ഇവിടെ എന്ത് ചെയ്യാനായിട്ട് പോകുവാണ്? ഞാനെന്തായാലും നോക്കിയോളാം. എന്തായാലും നിങ്ങളല്ല ആദ്യം പോകുന്നത്, അത് നിങ്ങളുടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുന്നിലേക്ക് നടക്കുവാണ്. ആ ടൈമിൽ തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, ലോറ, നമ്മൾ ലാസ്റ്റ് സങ്സുവിനെ എന്നായിരുന്നു മീറ്റ് ചെയ്തത്? 3 ദിവസത്തിന് മുമ്പ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നതാണോ? അവനെ കണ്ടിട്ട് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളെ പോലെ ഉണ്ടല്ലോ. അവൻ എത്രത്തോളം സ്ട്രോങ്ങറായി മാറിയോ? അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഒരു ഗേറ്റിൻ്റെയാണ്. സോ ഇതാണല്ലേ ആ ഒരു എസ് റാങ്ക് ഗേറ്റ്. ശരിയാണ്, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയുള്ള ഫീലാണ് എനിക്ക് കിട്ടുന്നത് തന്നെ. അല്ല സുഹോ, നീ എന്താണ് ഇത്ര സീരിയസ് ആയുള്ള ഫേസിൽ നിൽക്കുന്നത്? ആ ടൈമിൽ തന്നെ അവൻ്റെ അലയൻസ് ആയുള്ള എല്ലാ ഹണ്ടേഴ്സും അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മളെന്തായാലും ആ സ്കാവൻഡർ ഗിൽഡിൻ്റെ ഫ്രണ്ടിൽ തോറ്റു കൊടുക്കത്തൊന്നുമില്ലല്ലോ. ഒരിക്കലുമില്ല. നമ്മളെന്തായാലും ഇത് ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. പിന്നെ കാണിക്കുന്നത് ആ പ്ലെയിനെല്ലാം കൂടെ ആ ഒരു ഗേറ്റിലേക്ക് കടക്കുന്നതാണ്. അങ്ങനെ സമയം കടന്നുപോയി. പിന്നെ കാണിക്കുന്നത് കുറച്ചധികം പ്ലെയിൻസിൻ്റെ അവശിഷ്ടമാണ്. അവിടെയാട്ടെ അത് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണ്. സുഹോയും ആ മഞ്ഞിൽ കിടപ്പുണ്ടായിരുന്നു. അവനാട്ടെ ഒറ്റക്കായിരുന്നു. അവൻ പറയുന്ന കോപ്പ് എല്ലാം എന്താണ് ഇങ്ങനെയായി തീർന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. അങ്ങനെ ചാപ്റ്റർ 64 തൊട്ട് നമ്മുടെ എസ് റാങ്ക് ഗേറ്റിൻ്റെ ആ ഒരു റെയ്ഡ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്തായാലും അടുത്ത ചാപ്റ്ററിന് വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. നിങ്ങളും കട്ട വെയിറ്റിംഗ് ആണെന്ന് അറിയാം. സോ അതൊന്നും മിസ്സാക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കാര്യം നമ്മൾ ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താറായിട്ടുണ്ട്.